ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പം മട്ടൺ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കുന്നത്. അതിനായി 1 കിലോ മട്ടനാണ് എടുത്തത്. പിന്നെ ഇതിൽ കുഴയ്ക്കാനായിട്ട് 3 തക്കാളി, ഒരു 12 കറാമ്പൂ, കുറച്ച് കറാമ്പട്ട, കുറച്ച് കഷ്ണങ്ങൾ, ഇഞ്ചി, ഒരു 12 പച്ചമുളകും, 2 വലിയുള്ളി എല്ലാം നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്, 2 ഉരുളക്കിഴങ്ങ്, കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും. ഇതെല്ലാം ഇതിലേക്കിട്ട് കുഴയ്ക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ഇടണം. നന്നായി കുഴച്ച് കഴിഞ്ഞതാണ്. വെള്ളമൊന്നും തീരെ ഒഴിച്ചില്ല. ഇനി അതിൻ്റെ ശേഷം ഇത് കുക്ക് ചെയ്യാം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇനി വിസിൽ വന്നതിൻ്റെ ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കി 15 മിനിറ്റ് വെച്ച് ഓഫ് ചെയ്യാം. ഇനി തേങ്ങാപ്പാലിനായിട്ട് ഒരു വലിയൊരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് 3 പാലുകളായി എടുക്കണം. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും. വിസിൽ വന്ന് ഫ്ലെയിം ലോ ആക്കി ഒരു 15 മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം ഓഫ് ചെയ്താണ്. ഇനി എല്ലാം സ്റ്റീമെല്ലാം പോയി എല്ലാം തുറന്നു കൊടുക്കട്ടെ. ഇനി ഇതിലേക്ക് ഗ്രേവി തിക്കാവാനായിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മട്ടനിലെ വെള്ളമാണ്, തീരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി 3-ാം പാല് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇനി 2-ാം പാലും ഒഴിച്ചു കൊടുക്കുക. ഇതും ഇനിയൊന്ന് നന്നായി തിളയ്ക്കണം. രണ്ടാം പാലും നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലിൽ ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് വെച്ചതാണ്. ഇനി ഒന്ന് തിളയ്ക്കട്ടെ. 1-ാം പാലും നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി ഓഫ് ചെയ്യാം. ഇനി വറവിടണം. ഗീലാണ് വറവിടുന്നത്. ഒരു വലിയുള്ളി, എല്ലാം നീളത്തിൽ മുറിച്ചതാണ്. ഇനി ലൈറ്റ് ബ്രൗൺ കളറാവട്ടെ, അതുവരെ വറക്കണം.
ഇപ്പം കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇനി മട്ടൺ സ്റ്റ്യൂവിലേക്ക് ചേർക്കാം. മട്ടൺ സ്റ്റ്യൂ റെഡിയായി. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം ഒരു ഭംഗിക്ക്. മട്ടൺ ആദ്യം തന്നെ കുഴയ്ക്കുന്നേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു ഭംഗിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.